മന്ത്രി പി.എ. മുഹമ്മദ് റിയാസാണ് മാധ്യമങ്ങളെ കണ്ടത്. സാധ്യമായ എല്ലാ രീതിയിലുള്ള മെഡിക്കൽ സപ്പോർട്ടും എം ടി വാസുദേവൻ നായർക്ക് നൽകുന്നുണ്ടെന്ന് അദ്ദേഹം എം ടി വാസുദേവൻ നായരെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കുടുംബാംഗങ്ങളോട് സംസാരിച്ചിരുന്നുവെന്നും അദ്ദേഹം അറിയിക്കുകയുണ്ടായി. റിയാസ് KMR ചേരുന്നു. റിയാസ് നേരത്തെ MN കാരശ്ശേരി സന്ദർശിച്ചിരുന്നു. ഇപ്പോൾ പി.എ. മുഹമ്മദ് റിയാസ് എത്തി. അവിടെ ആശുപത്രിയിൽ നിന്നും ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ. എന്തായാലും ഡോക്ടർമാർ സാധ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു എന്ന് തന്നെയാണ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് വ്യക്തമാക്കുന്നത്. മന്ത്രി പി.എ. മുഹമ്മദ് റിയാസാണ് ഡോക്ടർമാരെ കണ്ടത്. ഒപ്പം തന്നെ നേരത്തെ MT കണ്ട MN കാരശ്ശേരി ഇവിടെയുണ്ട്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. അദ്ദേഹം ICUവിൽ കയറി MT കണ്ടിരുന്നു. പക്ഷേ എങ്ങനെയാണ് MTയുടെ ഒരു ആരോഗ്യാവസ്ഥ മാഷ് നേരിട്ട് കണ്ടത്? ഞാൻ അദ്ദേഹത്തെ ICUവിൽ കയറി കണ്ടു. ഞാൻ കണ്ടപ്പം അദ്ദേഹം പ്രാണവായുവിൻ്റെ ഒരു മുഖംമൂടി, ഓക്സിജൻ മാസ്ക്, അത് വെച്ചിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഓക്സിജൻ വളരെ കുറവാണ് എന്നൊരു പ്രശ്നമുണ്ടെന്ന് നേഴ്സ് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ കണ്ടപ്പോൾ ഉറങ്ങാൻ ഞാൻ ധരിച്ചു. അപ്പോൾ ഞാൻ ഉറങ്ങല്ലേ, ഇപ്പോൾ വിളിക്കണ്ടല്ലോ എന്ന് ചോദിച്ചു നേഴ്സിനോട്. അപ്പോൾ നേഴ്സ് പറഞ്ഞു ഉറങ്ങല്ല, വിളിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് കണ്ണ് തുറക്കേ അറിഞ്ഞില്ല. അപ്പോൾ നേഴ്സ് എന്നെ വിളിച്ചു, ഇന്നാൾ വന്നിട്ടുണ്ടെന്ന്. ഇപ്പോഴും ഒരു റെസ്പോൺസും. ഞാൻ ഒരു 5 മിനിറ്റ് അവിടെ നിന്നിട്ട് പോകുന്നു. അപ്പോൾ ഇതിപ്പോൾ വളരെ സന്ദിഗ്ധാവസ്ഥയിലാണ്, വളരെ ക്രിട്ടിക്കലാണ് എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റൂ. അദ്ദേഹം കൂടുതൽ കരുത്തോടെ തിരിച്ചു വരട്ടെ. തീർച്ചയായിട്ടും അദ്ദേഹം പലപ്പോഴും ഇത്തരം ഘട്ടത്തിൽ തിരിച്ചു വന്ന ഒരാളാണ്. പക്ഷേ എന്നൊരു മഹാഭാഗ്യവാനായ ഒരു എഴുത്തുകാരൻ. അദ്ദേഹം അങ്ങനെ പലപ്പോഴും മരണത്തിന് വക്കുന്ന പലവട്ടം തിരിച്ചു വന്ന ഒരാളാണ്. അതുതന്നെയാണ് ലിബീഷ് കാരശ്ശേരി മാഷ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം കൂടുതൽ കരുത്തോടെ, നേരത്തെയും അദ്ദേഹം മരണത്തിൻ്റെ വക്കിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ജീവൻ കൂടുതൽ നന്നായി നിലനിർത്താനുള്ളൊരു തീവ്ര പരിചരണത്തിലാണ് ഡോക്ടർമാരുള്ളത്. ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഓക്സിജൻ ലഭ്യമാക്കാനുള്ള നടപടികളെല്ലാം തന്നെ നേരത്തെ തന്നെ ആശുപത്രി അധികൃതർ സ്വീകരിച്ചിട്ടുണ്ട്. വെന്റിലേഷൻ മാസ്കിൻ്റെ സഹായം അദ്ദേഹത്തിന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് കൂടി അദ്ദേഹത്തെ കണ്ട് പോയിരിക്കുകയാണ്. രവീഷ്. ശരി റിയാസ്. മഞ്ഞിൻ്റെ തണുപ്പുള്ള കഥകൾ എഴുതിയ MT വാസുദേവൻ നായർ ആശുപത്രി മുറിയുടെ തണുപ്പിൽ നിന്നും കരുത്തോടെ തിരിച്ചു വരുന്നത് കാത്തിരിക്കുകയാണ് അനുവാചക ലോകം. വിവരങ്ങൾ നൽകുകയായിരുന്നു റിയാസ് KMR. കേരള നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 3ാം പതിപ്പ് ജനുവരി 7 മുതൽ 13 വരെ നടക്കും. 180-ലധികം